ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1852. ഇന്ന് ജനുവരി മാസം 25-ാം തീയതി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിന്റെ 29-ാമത്തെ തിരുവചനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നാൽ യാചനയും അപേക്ഷയുമാണെന്ന് മാത്രം കരുതുന്ന നമ്മൾ ഒരിക്കലും യാചിക്കാത്ത, ഒരിക്കലും അപേക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണിത്. വൃദ്ധനായ ശമോൻ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ട് കിട്ടുന്നുണ്ട് ആ ഒരു വേദഭാഗത്ത്. ശമോന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, അവിടുത്തെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. യേശുക്കുഞ്ഞിനെ മറിയോടൊപ്പം കണ്ടെത്തി ആ കുഞ്ഞിനെ എടുത്ത് ആഘോഷിച്ച് മടക്കിക്കൊടുത്തതിന് ശേഷമുള്ള ആ ജ്ഞാനവൃദ്ധന്റെ പ്രാർത്ഥനയാണ്. അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തിനാണ് അദ്ദേഹം അപേക്ഷിച്ചതും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും? സ്വന്തം മരണത്തിനാണ്. ഇന്നു മുതൽ എല്ലാവരും അവനവന്റെ മരണത്തിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നുമല്ല. ഇതിനെപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പാകപ്പെടുവെന്നാണ്. കടന്നു പോകേണ്ടവരാണെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മൾ അതിനോട് മാത്രം ഒന്ന് പൊരുത്തപ്പെടുന്നില്ല. അത് 100+ കഴിഞ്ഞാൽ പോലും നമുക്ക് ജീവിച്ച് കൊതിയും ആർത്തിയും തീരുന്നുമില്ല. സമാധാനത്തിന് എന്നെ വിട്ടയക്കണം. അപ്പോൾ മടങ്ങിപ്പോക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് കുറച്ച് സമാധാനത്തിൽ ആക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ള. സമാധാനത്തിൽ എങ്ങനെയാണ് ആക്കാൻ പറ്റുക? ഈ മടങ്ങിപ്പോകലും മടക്കി വിളിക്കലുമൊക്കെ തമ്പുരാന്റെ ഉടമസ്ഥന്റെ മാത്രം ഒരു അധികാരവും തീരുമാനവും ആണെന്നിരിക്കെ നമുക്കിതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? കുറെ കൂടി സ്നേഹത്തില്, കുറെ കൂടി ശ്രദ്ധയില്, ഒരു അനുകമ്പയില് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞൊരു ബോധ്യം. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കുഞ്ഞു വാക്യം കൂടെ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. അതിങ്ങനെ വല്ലാതെ ഹൃദയത്തെ എന്താ പറയുക, മുഴക്കുന്നുണ്ട് ഹൃദയത്തിനകത്ത്. അതൊരു മുറിവ് പോലെ മാറുന്നുണ്ട്, ഒരു ഔഷധം പോലെ മാറുന്നു. എല്ലാം പൂർത്തിയായി എന്ന ആ തിരുവചനമാണ്. ക്രൂശിലെ നമ്മുടെ കർത്താവിന്റെ ഒടുവിലത്തെ വചനമാണ് 7 വചനം. എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. ഇനിയുള്ളത് ആത്മാവിനെ ഫലമേൽപ്പിക്കുക എന്നത് മാത്രം ബാക്കിയാകും. എല്ലാം നിവൃത്തിയായെന്ന് പറയാനായിട്ട്, സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്കും ഒന്ന് പഠിക്കാം, പരിശീലിക്കാം. ആമേൻ.